സ്പീഡ് കൂടി വരുമ്പോ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യും. ആ പത്ത്. ആ പതുക്കെ പതുക്കെ പതുക്കെ. എന്തിനാ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടന്നോട്ട്? ആ നേരെയാക്ക്. ചീറങ്ങി നേരെയാക്ക്. ആ നേരെ നേരെ നേരെ. ആ ആ വിട നേരെ നേരെ. ഇടന്നോട്ട്. പേടിക്കണ്ട, വണ്ടി അങ്ങ് പോയി. ആ വണ്ടിയുടെ പതുക്കെ പതുക്കെ. പഠിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. ഈ പേടിയൊക്കെ അങ്ങ് മാറിക്കോളും മോളെ. നേരെ നേരെ പോട്ടെ. ആ വലതോട്ട് പോട്ടെ. നിക്കട്ടെ. വളവാണ്, ഹോൺ അടിക്കണം. ആ ആ പോട്ടെ. ആ ബ്രേക്ക് ചവിട്ട്. ഇപ്പൊ ഇടിച്ചേനെ. എന്റെ മോളെ, നീ ഡ്രൈവിംഗ് പഠിച്ചല്ലോ. കൃത്യം ബ്രേക്ക് ചവിട്ടി. ഞാൻ ബ്രേക്ക് ചെയ്തതല്ല, പിന്നെ ഈ CCTV തന്നെ നിന്നതാ. ബ്രേക്ക് ഡൗൺ. നോക്ക്. കണ്ടോ? ഇനി എന്റെ കാറിനെ കുറ്റം പറയരുത്. ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? താങ്ക്സ് പറഞ്ഞു. താങ്ക്സ് പറയാൻ. ഡ്രൈവിംഗ് ഓക്കെ. അപ്പൊ ലൈസൻസ് കിട്ടിയല്ലോ. ആ ഡ്രൈവിംഗ് ഓക്കെ. ആ ഇനി സിറ്റിയിൽ ഓടിക്കണം. CCTV എന്താ ഇങ്ങനെ നിൽക്കാതെ പോകുന്നതെന്ന് ഞാൻ ആലോചിക്കാം. എന്തോ ഒരാലോചന. പുതിയ നക്ഷത്രം വല്ലതും കണ്ടുപിടിക്കാൻ പോവാണോ? അല്ല, ഞാൻ ആലോചിക്കുക, എല്ലാ മനുഷ്യർക്കും മരണമുണ്ടല്ലോ. എന്റെ അച്ഛന് മരണമില്ല. അല്ല, മരണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സിമ്പിൾ. എവിടെയെങ്കിലും ഞാൻ കുഴിച്ചിടും, എന്നിട്ട് നൃത്തം ചെയ്യും. ഗുഡ്. ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് പറയും. അയ്യോ, നരകത്തിൽ ചെന്നിട്ട്. ആ ഞാൻ പറയും, എന്നെ ഒരുപാട് സന്തോഷത്തോടെയാ യാത്രയാക്കിയത്. എൻ്റെ മോൾക്കറിയാം, അവള് കരഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകില്ലെന്ന്. അച്ഛാ, അച്ഛന്റെ മകളാവാൻ എനിക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? എന്റെ മോൾക്കല്ലാതെ പിന്നെ ആർക്കാ യോഗ്യതയുള്ളത്?
അഞ്ജന, എന്തിനാ അമ്മ ഇങ്ങനെ ലൗഡ് സ്പീക്കറിലിട്ട് ഭയപ്പെടുത്തുന്നേ? പേടിച്ചു പോയി. എടി, പട്ടിയുടെ വാല് കുഴലിലിട്ട എന്താ സംഭവിക്കാന്നറിയാമോ? ഇല്ല. പട്ടിയുടെ വാല് വളഞ്ഞിരിക്കുന്നറിയാമോ? അത് കുഴലിലിട്ടാലും നിവർത്തില്ല. പട്ടിയുടെ വാല് മാത്രല്ല, ചില മനുഷ്യരുടെ നട്ടല്ലോ അങ്ങനെ തന്നെയാ. എത്ര കുഴലിട്ടാലും നിവരില്ല. എടി, നീ എന്റെ മകള് തന്നെയാണോ? അതെന്താ, അമ്മയ്ക്ക് സംശയമാണോ? എന്നാ പിന്നെ ആരാന്ന് പറ. അത് അമ്മയെ പോലെ ദരിദ്രവാസി ആവരുത്, റിച്ച് ആയിരിക്കണം. എടി, നിന്നെ റിച്ച് ആക്കാനാ ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. നീ റിച്ച് ആവണമെങ്കിലേ ചില മുന്നൊരുക്കങ്ങളൊക്കെ വേണം. ആദ്യം നിന്റെ വലിയച്ഛൻ നീ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു പാവയായിരിക്കണം. അയാളുടെ പേരിലേ കോടികളുടെ സ്വത്തുക്കളുണ്ട്. മൂന്നാറിലെ എസ്റ്റേറ്റുകള്, മൂന്നാറിലെ റിസോർട്ട്, അതിന്റെ ഒക്കെ അവകാശം ഇവിടെ എവിടെയോ ഉണ്ട്. ആരാ? അഭിരാമിയോ? എന്നാ പോയി കൊണ്ടുവരണം. ഓ എന്റെ ദൈവമേ, ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നത്? എടി, അവള് വന്നാ നീ പുറത്താവില്ലേ? ശരിയാ, അമ്മ പറഞ്ഞു. അടുത്ത ടാർഗറ്റ് അജയ്. അവനെ എനിക്ക് വേണം. അവന് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കില്ലേ? ഇല്ല. എന്നാ നീയേ ഇതൊന്ന് നോക്ക്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതുപോലെ പല ലീലാവിലാസങ്ങളും നടക്കുന്നുണ്ട്. അവള് പറയുന്നിടത്താ അജയ്. ഒരു ദിവസേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ഞാൻ സീരിയസ് ആകാം അമ്മേ. നിന്റെ വല്യച്ഛനും ഭൂമിയുടെ അടിമയാ. അയാൾ അജയും ഭൂമിയുമായിട്ടുള്ള വിവാഹത്തിന് കൂടെ നിൽക്കുകയും ചെയ്യും. എങ്കിൽ ഞാൻ ബോംബിടും. ബോംബൊന്നും ഇടണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. അമ്മ പറഞ്ഞു. തൽക്കാലം എന്റെ മോളിൽ കിടന്ന് ഉറങ്ങിക്കോ. രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഭൂമി എടുത്ത തീരുമാനം തന്നെയാ ശരി. അസ്ഥി ഒഴുക്കല് അത് മോള് തന്നെ ചെയ്തു. ആരെയും വിളിച്ചില്ല. അമ്പിയേച്ചി ജയിലിൽ കിടക്കുമ്പോ ലക്ഷ്മി ചേച്ചി എന്താ പെറുവിറുക്കുന്നത്? ഒന്നുമില്ല മോളെ. ലക്ഷ്മി, എന്റെ മോള് ഇങ്ങനെ ചായക്കട നടത്തി ജീവിക്കേണ്ടവളൊന്നും ആയിരുന്നില്ല. +2 കഴിഞ്ഞപ്പോ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. മെഡിസിന് പോകാനാണ് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഒക്കെ താല്പര്യം. പക്ഷേ ഞങ്ങളിട്ടേച്ച് അവള് പോകൂല എന്ന് പറഞ്ഞു. അതൊന്നും ആയിരുന്നില്ല കാരണം. ഞങ്ങൾക്ക് അവളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നറിയാം. അതിനുള്ള കാശൊക്കെ അന്ന് ഇവിടുന്ന്. എന്തായാലും ഒരു കണക്കിന് ഡിഗ്രി കഴിഞ്ഞു. ആ സമയത്തായിരുന്നു അച്ചുവേട്ടൻ്റെ ആക്സിഡന്റ്. സുഖമായി കഴിഞ്ഞ് വീണ്ടും വളയം പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ.
പക്ഷെ ഭൂമി വിട്ടില്ല. അച്ഛൻ ഡ്രൈവിങ്ങിന് പോയാ അവള് നാട് വിട്ട് കളയുമെന്ന് പറഞ്ഞു. എന്താ മോളെ പകൽക്കിനാവ് കാണുന്നത്? പ്രായപൂർത്തിയായ പെൺമക്കള് പകൽക്കിനാവ് കണ്ടു തുടങ്ങിയ പിന്നെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണമെന്നാ. ആണോ? ഇത് ഏത് തിയറി? കാരണവരുടെ തിയറി. ആ മാടമ്പള്ളിയിലെ കാരണവരാണോ? ഓ, അത് ദുഷ്ടകാരണവരല്ലേ. എന്നാ കെട്ടിച്ചു വിട്ടോ? ഉടനെ ഇല്ല. അച്ഛനൊരു വലിയ ആഗ്രഹമുണ്ട്. അച്ഛനോ? വലിയ ആഗ്രഹോ? അങ്ങനെയൊന്നും ഇല്ലാത്തതാണല്ലോ. എന്താ അത്? ആദ്യ മോള് ഉടനെ നടത്തി തരും. ഇപ്പോഴല്ല, മോള് നൃത്തമൊക്കെ പഠിച്ചു കഴിഞ്ഞ് അരങ്ങേറ്റം. അത് മൂകാംബിയിൽ വെച്ച് വേണം. മോളെ അച്ഛൻ മൂകാംബിയിൽ കൊണ്ടുപോയി അരങ്ങേറ്റം നടത്തിക്കും. അച്ഛൻ പണ്ട് നിന്റെ അമ്മയുടെ നാടകങ്ങൾ കണ്ട പോലെ മുന്നിലിരിക്കും. തീരുമ്പോ ചാടി സ്റ്റേജിൽ കയറി കെട്ടിപ്പിടിക്കും. അന്ന് അച്ഛൻ വാങ്ങിത്തരുന്ന പുതിയ ചിലങ്ക വേണം മോള് കെട്ടാൻ. മാധവ, ഈ ബിസിനസ്സും വരുമാനവും ഒക്കെ പ്രധാനം തന്നെയാണ്. പക്ഷെ ആ തിരക്കിനിടയിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത്. ഏത് സമയവും ഓഫീസെന്നും കമ്പനി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അതിന്റെ വലിയ ഗുണങ്ങളൊന്നും ഞാൻ കാണുന്നുമില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളിവിടെ എല്ലാ വർഷവും ദീപാവലി ആഘോഷിക്കുന്നതാണല്ലോ. അതിന്റെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം മാധവനുണ്ടോ? ഞാൻ പറഞ്ഞ മാധവേട്ടന് കേക്കാൻ വയ്യല്ലോ. ഇപ്പൊ അമ്മയുടെ വായിന്ന് കേട്ടപ്പോ തൃപ്തിയായി കാണുമല്ലേ? ഓ, എന്നാ ശരി. എന്നാലിനി ദീപാവലി കഴിയാതെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുന്നില്ല. പോരെ? യോ പാവം. അതേതായാലും കൊള്ളാം. എന്താ എല്ലാരും കൂടി ഒരു ചിരി? ഒന്നുമില്ലടാ, ഞങ്ങള് ദീപാവലി ആഘോഷിക്കുന്ന കാര്യം പറഞ്ഞതാ. ഗുഡ് മോർണിംഗ് വല്യമ്മാവ. ഗുഡ് മോർണിംഗ്. അജയ്, ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് സംസാരിക്കാനാണ്.
ഭൂമിയുടെ അച്ഛന്റെ മർഡർ കേസിനെ കുറിച്ച്. എന്താ അളിയാ? ഭൂമിയുടെ അച്ഛന്റെ മർഡർ കേസിനെ കുറിച്ച്. എന്താ അളിയാ? എന്താ വല്യമ്മാവൻ എന്തെങ്കിലും സൂചന? എന്താ കേസ്? അതെ, കൊന്നതാ സ്ത്രീയല്ലേ, അറകത്ത് പോയി. ഇനിയിപ്പോ ജയിലും കോടതിയും വിചാരണയും ഒടുവിൽ ശിക്ഷയും, അത്ര തന്നെ. അല്ല, വല്യമ്മാവനിപ്പോ എന്താ അത് ചോദിക്കാൻ കാരണം? അജയ്, നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് തോന്നില്ലേ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എങ്കിലും എനിക്കൊരു ഫീലിംഗ് ആ സ്ത്രീ ആരെയും കൊല്ലില്ല എന്ന്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ എനിക്ക് പറയാൻ കാരണമൊന്നുമില്ല. അന്ന് അജയ് ഡോർ പൊളിച്ചകത്ത് കയറിയപ്പോ ആ സ്ത്രീ അയാളെ കൊല്ലുന്നത് കണ്ടതിന് എത്ര പേര് സാക്ഷികളുണ്ട്. അച്ഛാ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അംബിക തന്നെയാണോ കൊലപാതകം ചെയ്തെന്നുള്ള കാര്യത്തില് പോലീസിന് ചില സംശയങ്ങളുണ്ട്. മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അംബിക മൊഴി തന്നിരിക്കുന്നത്.